कुकू आज बदू का क्या हाँ वो किधर करते हैं हाँ अच्छा पार्टी आएगा इंशाल्लाह अच्छा खाना मिलेगा ले हाँ तुम जल्दी आओ रूम में तरतीब करेगा पूरा डेकोरेशन करेगा हाँ क्यों सोएगा तुम रेडी करना बनता है हाँ खाएगा तुमको खाएगा बस കാക്ക പിന്നെ ഇന്ന് ഉച്ചക്ക് നമ്മളെ ചെക്കൻ്റെ നിക്കാണ് അപ്പൊ നേരത്തെ ഞങ്ങളോട് വരണം ബധു കിतना टाइम कितना बजे हाँ 1 बजे അപ്പൊ നിങ്ങളെ നേരത്തെ അവിടെ വേണം ഒരു കാരണവലായിട്ട് ആ ഓക്കെ आज क्या है शादी है किसका बधू का खाना खाएगा पूरा खाना आज उधर आना बनता है अच्छा काम है ज्यादा काम है ഞാനവിടെ ബധുവിന്റെ ഇതല്ലടാ നിക്കാനല്ലേ റൂമിൽ കുറച്ച് ഡെക്കറേഷൻ വർക്ക് ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പരിപാടി ഇട്ടാണ് പറഞ്ഞത് കുറച്ചിട്ടുണ്ട് അല്ല നിങ്ങളൊന്ന് കാണട്ടോ कल्लू आज क्या बधू का शादी है तुम आएगा कितना टाइम जुम्मे का बाद 1 बजे अरे जुम्मे है ना आज जुम्मा का दिन है खाली जुम्मा है अरे आज सुबह हो गया ना मेरा मोबाइल किधर लौड़ा वहाँ मोबाइल किधर रखा तुम ओ मेरे को मिला मेरे को वीडियो कर रहा था मैं आएगा मेरे को आज जुम्मे काल जुम्मे आज जुम्मा है मैं बोला आज जुम्मा नहीं അൻസില എന്താടാ ഇതില് ഒരു ചാക്കും ഒരു എണ്ണ കണ്ടല്ലോ ഇന്ന് ചാക്കിലെ പോന്റെ ഉടുപ്പൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ട ഇതാണ് ഇതിന്റെ കോലം ഇത് ഒന്ന് മാറ്റി തരണം എന്തായാലും നിക്കായല്ലേ അപ്പോൾ ഒന്ന് റെഡി ആക്കും എന്തൊക്കെയോ വാങ്ങിയില്ല എന്തൊക്കെ സംഭവം ഉള്ളത് അറിയാം അപ്പോൾ ഉള്ളത് കൊണ്ട് എന്തൊക്കെ വാങ്ങി നോക്കി കറക്റ്റ് അറിയില്ല നമ്മളിവിടെ വർക്ക് ചെയ്യണ ഒരു ബംഗ്ലാദേശ് സ്വദേശ കേട്ടോ ബദാംബായി പോൻ്റെ നിക്കാഹാണ് ആ പോന് 4 കൊല്ലമായി നാട്ടിൽ പോയി അപ്പോൾ ഏതായാലും ഇവിടുന്നാണ് മോനെ നിക്കാഹിക്കുന്നത് വീഡിയോ കോൾ കൂടെ നിക്കാഹിക്കും അപ്പോൾ പോൻ്റെ ഒരു സന്തോഷത്തിന് നമ്മൾ റെഡിയാക്കി തരാം ഒക്കെ ഒന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അത് എന്തൊക്കെ ഇവിടെ കണ്ട് 150 പീസൊക്കെ വരുന്നുണ്ടാവും ഇപ്പോൾ ആ കാറ്റടച്ചിട്ട് നമ്മളെ കാറ്റ് പോകണോ എന്തായാലും നോക്കട്ടെ ഈ ഒരു ഏരിയ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെറ്റാക്കണം ഈ കാണുന്ന വാളിതാ ഈ വാളിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യാൻ പോണത് അവിടെ ആ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ട് നിക്കാഹിൻ്റെ ഒരു 2-3 അവൻ്റെ പേരും അവൻ്റെ വൈഫിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഒന്ന് റെഡിയാക്കുക അപ്പോൾ ഈ കാണുന്ന ബെഞ്ചൊക്കെ താ ഇതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കാണ്ട് ഒന്ന് സെറ്റാക്കാണ്ട് കുറച്ച് മെനക്കെട്ട പണിയുണ്ട് കാരണം ബലൂണതാ അങ്ങോട്ട് ഇത് കണ്ടമാനം ബലൂണുണ്ട് ഇത് വീർപ്പിച്ചിട്ട് അതുകൊണ്ട് ഊട്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ കുറച്ച് പണിയുണ്ട് എന്തായാലും ഇനി അപ്പോൾ മൊത്തത്തിൽ എന്തായാലും നിങ്ങളെ മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് കാണിച്ചു തന്നിട്ടാണ് അയ്യോ ചങ്ങായി എടാ എന്ത് അതാടോ എന്ത് പരിപാടാ ബധുവിന്റെ നിക്കാവും പണി മൊത്തം കൂടി പോയോ നല്ല നല്ല ഊതിക്കോട്ടോ അയ്യോ എന്നെ കൊണ്ട് അതാ വല്ല ഇതാക്ക് വീർപ്പിക്ക് അമ്മ അത്ര ചെറുതൊന്നും വല്ല കേട്ടോ നല്ല വീർപ്പിച്ചോ ഉള്ള കാറ്റ് മൊത്തം അയിമ കയറണം അയ്യോ മതി അല്ല പൊട്ടുഞ്ഞ് അല്ല ഇനി പരിപാടി തുടങ്ങുമ്പോൾ പൊട്ടും ബധുവിനോടേ ഇത് വാങ്ങാൻ പറഞ്ഞേ കാറ്റൊക്കെ പോട്ടി മിഷീൻ മേടിച്ചായിരുന്നല്ലോ ഇതെന്നെ ഇപ്പം എന്താ കാട് ഞാൻ മിഷീൻ വാങ്ങും വേറെ വീർപ്പിക്കാണ്ട് 100-100 സംതിങ് വീർപ്പിക്കാണ്ട് അയ്യോ കുറച്ച് ബലൂൺ ഉണ്ടായിരുന്ന നമ്മുടെ കടയിലോട് കൊണ്ടുപോയി മരം കൊണ്ട് വീർപ്പിക്കാനും നമ്മുടെ പീസ ഒട്ടിച്ചോ ഇതിനകത്ത് പീസ കട്ടില്ല അവിടെ ഒട്ടിച്ചോ അതിൽ മുകളിൽ ഒട്ടിച്ചോ അരി ഒന്ന് സൈസ് എടുത്ത് മുകളിൽ കയറ്റി നേരെ ഇല്ലയോടാ ഇത്ര കയറ്റണോ അഞ്ചൊക്കെ കുറച്ച് താഴോട്ട് ഇറക്കി മതി ഇങ്ങനെ
സെൻറ്റർ ഓടിക്കണല്ലോ. വേണ്ട വേണ്ട. റേഞ്ചർ നമുക്ക് ഈ മറ്റേ എയും സിയും അല്ലേ? ഈ എയും ബിയും പണി കിട്ടിയതാണ് എത്തിക്കണം. ഈ ആ വീർപ്പിക്കാൻ ഇങ്ങനെ സൈക്കിള് കാര്യങ്ങളൊന്നുണ്ടല്ലോ. നമ്മളെ കാറ്റ് പോയി ആവശ്യമില്ലായിരുന്നല്ലോ. 2 കുപ്പി ഇടി വാങ്ങാൻ പറഞ്ഞു. പിടിച്ച് വരാതിനോട്. അതൊക്കെ ബാക്കിയായിട്ട് ഇപ്പൊ എങ്ങനെ വലിക്കല് നമുക്ക് അടിയിലത്തെ 2 ഇതില്ലേ? അല്ല അത് എന്താ അറിയോ, നമുക്ക് 4 സൈഡിലും ഈ 4 സൈഡിലും ആ വലുത് കൊടുക്കാം. പിന്നെ ബാക്കിയൊക്കെ ചെറുതായിട്ടേ ഇത് മറ്റേ ആ മാറ്ററാണ് ഇപ്പോൾ എങ്ങനെ പോയത്. അതിന് നീഡിൽ വാങ്ങിയിട്ടില്ലല്ലോ പഹയൻ. പരിമോക്കല്ലേ ആ മറ്റേ പരിമോ വിളിച്ച് ഈ റോസിനെ കൊടുത്താലോ? എവിടെ പൊട്ടിക്കുന്നേ ചെയ്യാൻ അവിടെ മതി. ഇത് സെറ്റല്ലേ? ഇപ്പം ഏകദേശം ഒരു ലെവലായില്ലേ? സ്വർണത്തിന്റെ ബെഞ്ചിക്ക് വെച്ച എങ്ങനെയുള്ള ഈ സാധനം നമുക്ക് ഓനക്ക് കൊടുക്കണ്ട കേട്ടോ. ഇത് നമുക്ക് എടുക്കാം. അങ്ങനല്ലേ സ്വർണ്ണ ബിസ്ക്കറ്റ് വെച്ച പോലത്തെ ബെഞ്ച് അല്ലേ? സംഭവം കൂടെ കഴിക്കണം. ഇപ്പം ലെറ്ററും കൂടി സെറ്റായാലേ ഡിസ്റ്റൻസിൽ കൊടുക്കാം. മുൻകൂട്ടിട്ടേ ഒന്ന് കണ്ടറിയാം. ആരല്ലേ? അച്ഛാ बोलो माशाल्लाह तुम कभी आए? वाह ഇവിടെ നിക്കാഹിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ അൻവർ റെഡിയാക്കുന്നുണ്ട്, സദ്ദാം റെഡിയാക്കുന്നുണ്ട്. പൈനാപ്പിളിൽ മുന്തിരി ഇതാക്കിയിട്ട് ഇതായിട്ട് നമ്മളെ പുതിയാപ്പിള. അപ്പോൾ ഓൻ്റെ ബായി ഇപ്പോൾ കന്തൂറായിട്ടിടണ്. ക്യാപ്പ് ഇട്ട് കൊടുക്കാം. बधू ये कौन सा स्टाइल है वो कैप? अरबिक स्टाइल ओमानी माशाल्लाह. आईवा चश्मा डालेगा अच्छा है. आईवा आईवा माशाल्लाह. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടത് ഓറഞ്ച്, ഈത്തപ്പഴം,
നമ്മൾ രാവിലെ നിന്ന് സെറ്റാക്കിയ സംഭവം ഇത് 2-3 മണിക്കൂർ നിന്നിട്ട് ഈ ലെവലെത്തി. നമ്മളെ റൂമാണ്. അപ്പോൾ ഓന് വീഡിയോ കോൾ കൂടെയാണ് ഓൻ നിക്കാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് കേട്ടോ. ഇപ്പം നമ്മളെ സംഭവം തുടങ്ങാനായിക്കണ്. നിക്കാഹിനുള്ള ടൈം ആയിക്കണ്. ആ തോതിന് ഫോട്ടോ പകടും. बस सुंदर हो जाता है. ഇപ്പോൾ 2-3 പോസിനുള്ള സംഭവം എടുക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പോനോ എൻ്റെ ആൾക്കാരുടെ വർത്തമാനം പറയാം കേട്ടോ. ചേക്കാൻ ചുള്ളനായിക്കണ്. താടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ കോലത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതലുള്ള കഠിന പ്രയത്നത്തിന് ശേഷം ഈ ഒരു രീതിയിലാക്കി. ഇത് നമ്മൾ വേറെ ഉദ്ദേശിക്കുന്നു കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ആ സാധനം എന്തോ വീർത്തില്ല. അപ്പൊ കിട്ടിയത് എന്താട്ടി അതിൽ 2-3 ലെറ്റർ വെച്ചിട്ട് ഇവന്റെ പേരിൽ ഫസ്റ്റ് ബട്ടൂൺ എന്നുള്ള ബില്ലും പെണ്ണിന്റെ അയറിനും അപ്പോൾ എയും വെച്ചു. നടുവിലല്ല ഉച്ചിനും വെച്ചു. വീട് മാറി കിട്ടിയതാണ്. സി എന്നുള്ളതാണ് കിട്ടി. ബി വരേണ്ടത് സി ആയിരുന്നു. അപ്പം എന്താട്ടി അത് വീർപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഞാൻ നിങ്ങളതിൽ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും. ഒരു പൊളിഞ്ഞ ബെഞ്ചാണ്. അപ്പം എന്തായി ആ ബെഞ്ച് ഞാൻ ഒരു ഈ കോലത്തിലാക്കി ഒരു ഗോൾഡൻ പേപ്പർ വെച്ചിട്ട് അത് കവർ ചെയ്തു. എന്താ കഴിയുന്ന രീതിയിലേ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ബദോന്റെ ബായിയാണ്, സദ്ദാം ബായി. നമ്മളൊക്കെ പഴയ ഉസ്താദാണ്. ഹലോ ഗൈസ്, എൻ്റെ വിശേഷം. ഓന് അത്യാവശ്യം മലയാളം പറയട്ടോ. ഏകദേശം 10 കൊല്ലമായി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മലയാളം അത്യാവശ്യം പറയും. പൈനാപ്പിളുമ്പോ മുന്തിരി ഇങ്ങനെ വെച്ചിട്ട് അതാ ഓറഞ്ച് വെച്ച് ഈ അടിപൊളി. പിന്നെ ഇത് ആപ്പിള്, ഓറഞ്ച്, ഈത്തപ്പഴം. അൻവർ ഭായ് ഇതാ വേറെ സെറ്റ് ചെയ്യണ്. മൊത്തത്തിലൊരു അപ്പൊ ഇതാ ഇത് റുമ്മാന്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈത്തപ്പഴം വെച്ചിട്ട് നടുവിൽ ഓറഞ്ച്, പിന്നെ ആപ്പിള്, മാംഗോ. ഇത് ഞാൻ കാണിച്ചില്ല ഇങ്ങനെ. അല്ല ഇപ്പോൾ നമ്മളെ നാട്ടിലല്ലല്ലോ, അപ്പോൾ ഇവിടെ അല്ലേ. അപ്പോൾ അതിൽ കഴിയുന്ന രീതിയിലേ പോലെ രീതിയിലേ സെറ്റാക്കി വെച്ചിരിക്കും. നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് കിട്ടും. ഞാനാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടി എഡിറ്റിങ്ങും നടത്തുന്നുണ്ട്. കാരണം ഇങ്ങനെ കുറച്ച് പണിയിലാണ്. ഇങ്ങനെ രാവിലെ മുതലെടുത്തതേ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് മെനക്കെട. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് ഇപ്പോഴത്തേനുണ്ട് ഏകദേശം 17 സംതിങ്. ഇനി അതിൽ കയറാൻ കിടക്കുക. കുറച്ച് മെനക്കെട്ട പണിയില്ല. ലൈറ്റ് ഇല്ലേ? ഒന്നുകൂടി വാങ്ങണേ. അപ്പം നമ്മളെ പരിപാടി തുടങ്ങാൻ പോവാണ്.
হ্যালো হ্যালো എൻ്റെ ഒരു മുഖം വേണ്ടേ നമ്മളെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തൊരു കഷ്ടമാണ് ഈ പൈലോണെ പറ്റി. നിങ്ങളല്ലോ বিসমিল্লাহিররহমানিররহিম। আজরান মধ্যে মুহাম্মদের সরাসরিয়তের বিধান মতে উকিলের ওকালতিতে দুইজন সাক্ষীদের সম্মুখাবিলা উত্তরিগ্রাম নিবাসী জনাব মোহাম্মদ 2 লক্ষ টাকার মহারানার দাবি পেয়ে আপনার নিকট সুববিলের এজেন্ট আছে। আপনি এখন বিসমিল্লাহ কবুল। বিসমিল্লাহ কবুল। আবার বল বিসমিল্লাহ কবুল। বিসমিল্লাহ কবুল। শুনছেন আপনারা? বারাকাল্লাহু লানা আল্লাহ কবিল ওয়ারানিল আজিম আউযু আবার বলতে আল্লাহ কোন আয়াত করি আমরা শুভবের কাজ সম্পূর্ণ করিয়া তুমি মাহমুদের দরবারে চাইলাম। আল্লাহ আমরা বিবাহ করাইতে যাইয়া করতে যাইয়া যত কিছু আমরা মাহমুদের গুনাহ করে মাফ করো, আমরা বিবাহের মাফ করো, আমরা আল্লাহ সকল ব্যক্তি মাফ করিয়া দাও। দেশবাসী বিশ্ববাসী উম্মত মুহাম্মদের সকল ব্যক্তি মাফ করিয়া দাও, জন্মাইয়া দাও। এ ভালোবাসা ছিল মা খাদিজা মা আয়েশা রাদিয়াল্লাহু তাআলা আনহা নবী মুহাম্মদুর রাসূলুল্লাহ সাল্লাল্লাহু আলাইহি আচ্ছা যারা দেখছি আমরা দেখছি ওকে 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 হয়েছে, আমরা এখন দেখছি, এখন ঠিক আছে রেখে দাও। দেখছো নি সবাই? আমার অবস্থার প্রথম বাস হতাম ভাইকে বলছো কথা হ্যাঁ সে আচ্ছা যাক এখন
അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ ഒരു ഇതാണ് ലെവലായിട്ടോ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെട്ടോ.